ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞോ ലൈവ് ഫെനി ബാലകൃഷ്ണൻ മൊഴിയെടുക്കലിന് ഹാജരായതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെനി ബാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിന്നെ അദ്ദേഹം അവരെന്നോട് മാഡം എന്ന് പറഞ്ഞ ആൾ അവരാരാന്ന് അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ലേ, അവർ രണ്ടുപേരും മനോജും രാജേഷും സംസാരിക്കുന്നതിടയിൽ അവർ പരസ്പരം ടോക്ക് ചെയ്തതാണ്, തമിഴിലാണെന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ജാമ്യം എടുക്കുന്നതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പിന്നെ സറണ്ടർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും സംസാരിച്ചപ്പം അവർ അതിൽ മനോജ് എന്ന് പറഞ്ഞ ആൾ മുടി പുറമോട്ട് ഇങ്ങനെ വളർത്തി മുടി പുറമോട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റേ രാജേഷിനോട് പറഞ്ഞു, മാഡത്തിന് പേഷ്യൻ്റ് മാഡം മാഡത്തിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭീഷണി, അപ്പോൾ അത് ചോദിക്കാനായിട്ട് അത് പറഞ്ഞു. അതിനുശേഷം അവർ എന്നെ മനോജ് കുറച്ചുകൂടെ എന്നെ അവിടെ രാജേഷിനോട് നിർത്തിയ ശേഷം ദൂരോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് മാവേലിക്കരയിൽ അവർക്ക് ഒരു സേഫായിട്ട് തോന്നുന്നില്ല, അപ്പം സാറിനെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ സാറിനെ സമീപിക്കാൻ സറണ്ടർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അതിനെക്കുള്ള ചോദ്യങ്ങൾ അത് അവർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിച്ചു എന്നോട്. എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ നേരിട്ട് വന്ന് ഞാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനോജും രാജേഷ് എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇതുപോലെ പിന്നെ സാറിനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കണമെന്നുള്ളപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഓഫീസിലോട്ട് വേണ്ട, നമുക്ക് വേറെ വെളിയിൽ നിന്നപ്പോൾ പൾസർ സുനിയുടെ കുറിച്ചുള്ള വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു എന്നോട്. അപ്രകാരം ഞാൻ ഓഫീസിൽ കയറി തിരിച്ച് താഴെ വന്ന് ഇവരുമായിട്ടൊരു വിജനമായ സ്ഥലത്ത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതുപോലെ സുനി ഇങ്ങനെ സറണ്ടർ ചെയ്യാനായിട്ടാണ്, ജാമ്യം എടുക്കണമായിരുന്നു, അതിപ്പോൾ അടുത്ത് ഈ കായംകുളം ചെങ്ങന്നൂർ റൂട്ടിലുണ്ട് ആള്. അപ്പം സാർ അതിന് വേണ്ടുന്ന ചെയ്താൽ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ധാരാളം, അപ്പം സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആരാ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, അത് പറഞ്ഞില്ല, സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്രകാരം ഞാൻ അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞപ്പോഴാണ് അതിൽ മുടി വളർത്തിയ പുറയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ മറ്റേ ആളിനോട് പറഞ്ഞു, മാഡത്തിനോട് തമിഴ് ചൊവ്വകൾ പറഞ്ഞ് മാഡത്തിനോട് വിഷമെന്ന് പറഞ്ഞു. ആ ശേഷം അവര് നിങ്ങൾ എവിടെ വെച്ചാണ് ഇവരെ കാണുന്നത്? മാവേലിക്കര, എന്നെ മാവേലിക്കര വെച്ചാണ് കാണാൻ വന്നത്. മാവേലിക്കര കോടതിയിൽ വെച്ചാണ് നിങ്ങൾ? കോടതിയല്ല, എന്റെ ഓഫീസിന്റെ അടുത്ത്. ഇവരെ കണ്ടാൽ തിരിച്ചറിയോ? തിരിച്ചറിയാം. അതിന്റെ ഞാൻ ഫോട്ടോ കാണിച്ചിരുന്നു. അതിപ്പോ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഫോട്ടോ കാണിച്ചിരുന്നു, ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പൊ അത് എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചപ്പോ അവർക്ക് ഡൗട്ട് തോന്നി ഇന്ന ആളാന്ന്. അപ്പൊ ഞാനതിപ്പം പറയുന്നില്ല ആരാന്ന്. ഇവരെ തിരിച്ചറിയോ? കണ്ടാ തിരിച്ചറിയും ഞാൻ. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫെനി വാർത്തയിലൊന്നുമില്ല. ഈ വാർത്തയിലേക്ക് ഇടം പിടിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇത്? ഈ ഇപ്പോഴത്തെ ഈ ഇങ്ങനെ ഇവരെ മേഡം പറഞ്ഞു, ഈ ആൾക്കാരെ വിളിച്ചു, ഇതൊരു പ്ലാൻഡ് കഥ, ഫെനി ഉണ്ടാക്കിയ കഥയാണെന്നൊരു ആരോപണമുണ്ട്. അല്ല, അവര് ഞാൻ ഡിസ്ക്രിപ്ഷൻ അവരോട് പറഞ്ഞു കൊടുത്തായിരുന്നു. അല്ല, കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ സോളാർ കേസിന് ശേഷം ഫെനി വാർത്തകളിലൊന്നുമില്ല. ഇപ്പം ഒരു ബന്ധവുമില്ലാത്ത ഒരു ഇടത്തേക്ക് ഫെനി പെട്ടെന്ന് സ്വയം വന്നു ചേരുകയാണ്. അതിന്റെ കാര്യം എനിക്കില്ലല്ലോ. വെച്ചാൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ആ ഡിസ്ക്രിപ്ഷൻ വെച്ച് നോക്കിയിരുന്നു. ഇല്ല, ഗൂഢാലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാം. അതിന് കഥയുണ്ട്. ഞാൻ ഈ നമ്മുടെ വാട്സപ്പിലും മീഡിയയിലെല്ലാം അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെന്ന പല കാര്യങ്ങളാണ്. അപ്പൊ ഞാനൊരു മെസ്സേജ് അദ്ദേഹത്തിന് അയച്ചിരുന്നു, ഇതുപോലെ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അത് തന്നെ ഞാൻ വേറെ ഒന്നുമില്ല. ഞാൻ അത് ദിലീപും പറഞ്ഞു കാണുമല്ലോ. അപ്പം ഞാനത് തിരിച്ചു വിളിച്ചു. മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം അന്നേരം തന്നെ എന്നെ തിരിച്ചു വിളിച്ചു, എന്റെ പേര് കണ്ടുകൊണ്ട്. അതായത് ഈ കേസ് അതായത് കീഴടങ്ങുന്നതിന് മുമ്പാണ് ദിലീപിനെ വിളിക്കുന്നത്? അല്ലല്ല, കീഴടങ്ങിയതിനു ശേഷം ഒരു മാസം കുറെ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്.
കുറെ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ദിലീപ് ഇൻവോൾവ്മെന്റ് അവര് സംസാരിക്കുന്നതായിട്ടൊന്നും നിങ്ങൾ ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ മെസ്സേജ് അയച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചെന്നെ ഇങ്ങോട്ട് വിളിച്ചു. തിരിച്ച് അദ്ദേഹം വിളിച്ചെന്നെ. വിളിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇത് ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫെനി ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഇത് ഫിലിം ഇൻഡസ്ട്രിയിലും കുറെ രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനൊരു സംഭവം എൻ്റെ ഓഫീസിൽ അവിടെ നടന്നിട്ടുണ്ട്. ഒരു മാഡം എന്ന് പറഞ്ഞ ആളുടെ ചിലപ്പോൾ സാറ് കുറച്ചുകൂടെ കോഷ്യസ് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോഷ്യസ് ആണോന്ന് മാത്രം പറഞ്ഞു. ഇത്രയും സംസാരം ഞങ്ങൾ ഇല്ല. എനിക്ക് ആരും സംശയം എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യത്തിലേക്ക് എനിക്ക് അഭിപ്രായം പറഞ്ഞ ശരിയല്ല. മാത്രമേ ഒരു ബന്ധപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളെ കാണാൻ വന്ന ആൾക്കാർ അവിടെ ഈ വിഷയം പറഞ്ഞ് അന്ന് ആ സമയത്തേ ഉള്ളൂ. ഓർമ്മയുണ്ടോ? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ. ഈ പിന്നെ ഈ ചില അറസ്റ്റ് ചെയ്തതിന്റെ പിന്നെ ഒരു 1-2 ദിവസം ബാക്ക്. ഏത് അല്ല, അതിനൊരു കാരണമുണ്ട്. ഞാൻ ഇവരെ സറണ്ടർ ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്തല്ലോ പൾസസിനെ. അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റിൽ വിളിച്ചായിരുന്നു ഈ കാര്യം പറയാനായിട്ട്. ഏഷ്യാനെറ്റിലെ പ്രിയയെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പം പ്രിയ പറഞ്ഞ് തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കൊന്ന് പറയാനുണ്ട്, അതൊരു ന്യൂസ് ആവും. അപ്പോൾ അത് എനിക്ക് ആക്ച്വലി സന്ധ്യ മാഡത്തിനോട് സംസാരിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രിയ പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ഫെനിയെ ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് എന്നെ ഈ വിഷയത്തിൽ തിരിച്ചു വിളിച്ചിട്ട്. അതുകൊണ്ടാണ് ഇതാണ് പ്രശ്നം. കാരണം ഇതുകൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങൾ, അതായത് താങ്കൾ കുറച്ച് നാളായിട്ട് ഫ്രെയിമിലില്ല, വാർത്തകളിലില്ല. അപ്പൊ വാർത്തകൾ ഇടം പിടിക്കാൻ വേണ്ടി ഫെനി പ്ലാൻ ചെയ്ത ഒരു കഥയാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഒന്നുമില്ല. ദിലീപ് ഇക്കാര്യം ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ താങ്കളോട് പറഞ്ഞു. ഏത് കാര്യം? അത് അവർ ട്രേസ് ഔട്ട് ചെയ്ത് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ വിളിച്ച കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചതല്ല, ഞാൻ ആദ്യം അങ്ങോട്ട് മെസ്സേജ് അയച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കറക്റ്റാന്ന് പറഞ്ഞു. ഫെനി അങ്ങോട്ട് മെസ്സേജ് അയച്ചത് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടോ? ദിലീപ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ ഫെനിയെ വിളിപ്പിച്ചത്, അതോ സുനിൽകുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ വിളിപ്പിച്ചത്? സുനിൽകുമാർ ആരാ? ഇല്ല, ദിലീപ് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെയല്ലോ പറയുന്നത്. പൾസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഫെനിയെ വിളിച്ചതെന്നാണ്. അല്ലല്ലല്ല, ദിലീപിന്റെ മൊഴിയില് ഞാൻ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി, വേറെ ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ദിലീപ് പറഞ്ഞതിൽ കാര്യം എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടോ എന്ന് അറിയാനായിട്ട് മാത്രമേ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. ആ കാര്യം ഞാൻ ക്ലിയർ ആക്കി കൊടുത്തു. പിന്നെ വന്ന ആളുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ഉദ്ദേശം പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പം അത് ഞാൻ പറയുന്നില്ല, അത് അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്. അപ്പോൾ അത് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായോ ഈ വന്ന ആള് തന്നെയാണോ? പോലീസ് കാണിച്ച ഫോട്ടോ താങ്കളെ ഫോട്ടോ കാണിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ? ആ വന്ന ആളുകൾ ഇവരാണോ എന്ന് ചോദിച്ചു. കുറെ പേരുടെ കാണിച്ചു. അപ്പൊ അതിൽ നിന്ന് ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് ഒരാൾ അതിനകത്ത് ഉണ്ട്. അത് കറക്റ്റ് അല്ല, എനിക്ക് ഡൗട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് ഞാൻ ഫെനി പറയുന്ന പോലെ ഒരാൾ, അതപ്പോൾ ഇതായിരുന്നു സാധ്യത എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ചില എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ആ മുടി ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. വളച്ച് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നിമിഷം കൊണ്ട് അവര് ആളുടെ ഫോട്ടോ എന്നെ കൊണ്ട് കാണിച്ചു. ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിൽ ഏത് ഇല്ല, അത് അവരോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ എനിക്ക് ഞാൻ കണ്ട ആളുടെ ഫോട്ടോ എന്റെ ഡിസ്ക്രിപ്ഷൻ അവരോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഒന്നെ കാര്യമല്ല, ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷൻ മൊത്തം മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൂടെ മറ്റേ ആളുടെ മാത്രമേ ഉള്ളൂ ഡൗട്ടായിട്ട് നിൽക്കുന്നത്, അതാരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ മാവേലിക്കരെ CCTV-യിൽ നോക്കിയാലേ, ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായിട്ട് ഇപ്പൊ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, അവൻ ആ CCTV-യിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വന്ന വേയും വ്യക്തമായിട്ട് കാണാൻ പറ്റും. CCTV എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം CCTV എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. CCTV എടുക്കുമെന്ന് പറഞ്ഞു. മാവേലിക്കരയിലെ എന്റെ ആ റോഡിലോട്ട് വന്ന ഇവര് വന്ന CCTV എടുത്താൽ ഇന്ന് പിടികിട്ടും ആരാന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം CCTV ട്രേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി. ആലുവ പോലീസ് ക്ലബിലെത്തിയതിനു ശേഷം ഫെന്നി ബാലകൃഷ്ണൻ
മൊഴി നൽകിയതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂർ CI ബൈജു പൗലോസും ആണ് മൊഴി രേഖപ്പെടുത്തിയത്. ആ വിവരങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സുനി പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഇത് ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റിനുള്ള ചിലത് റോങ് ആയിട്ടുള്ള പറയല്ലേ ഒന്നും. ദിലീപിന്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് താനിവിടെ മൊഴി നൽകാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ദിലീപുമായി സംസാരിച്ചിരുന്നു. അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൾസർ സുനി അടക്കമുള്ള ആളുകൾ പൾസർ സുനി സറണ്ടർ ആകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് 2 പേരടങ്ങുന്ന ഒരു സംഘം തന്നെ ഫോൺ ചെയ്തിരുന്നു. മനോജ്, രാജേഷ് തുടങ്ങിയ 2 പേരാണ് തന്നെ ഫോൺ ചെയ്തത്. ആ ഫോൺ ചെയ്യുന്ന സംഭാഷണത്തിൽ തന്നെ നേരിട്ട് കാണണമെന്നും പൾസർ സുനിക്ക് കീഴടങ്ങാനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് താൻ നേരിട്ട് കാണണമെന്ന് അവരോട് പറഞ്ഞു. തുടർന്ന് മാവേലിക്കരയിലെ തൻ്റെ ഓഫീസിൽ അവരെത്തുകയായിരുന്നു. ഓഫീസിൽ എത്തിയതിനു ശേഷം താൻ അവരോട് സംസാരിച്ചു. ആ സമയത്ത് കോടതി അവധിയാണെന്നും മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാഹചര്യമില്ല, കീഴടങ്ങാനുള്ള സാഹചര്യം വേണമെങ്കിൽ ഒരുക്കി തരാം എന്ന രീതിയിൽ സംസാരിച്ചു. ഈ ഘട്ടത്തിലാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അതായത് മുടി നല്ല നീട്ടി വളർത്തിയ മുടി പുറയിൽ കെട്ടിവെച്ചിരുന്ന ഒരു വ്യക്തിയും പിന്നീട് അദ്ദേഹം തമിഴ് കലർന്ന മലയാളത്തിലാണ് സംസാരിച്ചിരുന്നത്. ആ വ്യക്തിയും മറ്റൊരു വ്യക്തിയുമാണ് തന്നോട് സംസാരിച്ചത്. അവർ ഇവർക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നുള്ളതാണ് സംസാരിച്ചത്. എന്നാൽ മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതയില്ല, കീഴടങ്ങാനുള്ള മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാം എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇതിനുശേഷം എന്നാൽ ഒന്ന് മാഡത്തിനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യട്ടെ എന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ഇതിനുശേഷം അവർ പോവുകയാണ്. പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല. ഇത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് താൻ അറിഞ്ഞത് പൾസർ സുനി കോടതിയിൽ ഹാജരായിരുന്നു എന്ന് താൻ അറിയുന്നത്. ഇത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ദിലീപുമായി താൻ ബന്ധപ്പെട്ടത്. ദിലീപിനോടുള്ള ഒരു ആരാധന, ദിലീപ് ഒരു നടൻ എന്ന രീതിയിൽ, ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലുള്ള ആരാധന കൊണ്ടാണ് ദിലീപിനെ ഫോൺ ചെയ്തത്. അപ്പോൾ ഈ ദിലീപിനോട് ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു. ദിലീപിനോട് തന്നെ ഇങ്ങനെ 2 പേർ വന്നു കണ്ടിരുന്നു എന്നും അവർ ഏതൊക്കെയോ തരത്തിലൊരു മാടത്തിനെ കുറിച്ച് സംസാരിച്ചു എന്ന രീതിയിലും അവർ പറഞ്ഞു. ആ മാടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്കെന്തോ സംശയം തോന്നി എന്ന രീതിയിലും ദിലീപിനോട് അല്പം കോൺഷ്യസ് ആയിരിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും അവർ പറയുകയുണ്ടായി. ഈ സമയത്താണ് ദിലീപ് പറഞ്ഞത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, ആരൊക്കെയോ തനിക്ക് പിന്നിൽ തന്നെ ഇതിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്, ഫെനിക്ക് അറിയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് തുറന്നു പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ഇതേ തുടർന്ന് ഫെന്നി ബാലകൃഷ്ണൻ പറയാൻ തയ്യാറാണോ എന്ന് പറയുകയുണ്ടായി. ഇതേ തുടർന്നാണ് ദിലീപ് കഴിഞ്ഞ ദിവസം 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഈ കാര്യങ്ങൾ ഫെന്നി ബാലകൃഷ്ണൻ 2 പേർ വന്ന് കണ്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഇന്ന് ഫെന്നി ബാലകൃഷ്ണനെ നിന്നും മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പെരുമ്പാവൂർ CI വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തിന് അന്ന് 2 പേരുടെ ചിത്രങ്ങൾ, തന്നെ വന്ന് കണ്ട 2 പേരുടെ ചിത്രങ്ങൾ അവിടെ എടുത്തിരുന്നു. ആ ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ വന്ന് കണ്ട ആ സ്ഥലത്ത് നിരവധി CCTV-കൾ ഉള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ അന്നത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അവർ ആരാണ് എന്ന തരത്തിലുള്ള ഒരു കൃത്യത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് അല്പസമയം മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്.